Meet the editors. വികസന പാതയിലോ കേരളം എന്നാണ് ചോദ്യം. നമുക്കിപ്പം ആൻറ്റോ അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ഹയാത്ത് ഹോട്ടലിലാണ് ഇപ്പോൾ ആൻറ്റോ അഗസ്റ്റിൻ ഉള്ളത്. ഈ ഇൻവെസ്റ്റ് കേരള പരിപാടി നടക്കുന്ന വേദിയിലാണ് ആൻറ്റോ അഗസ്റ്റിൻ ഉള്ളത്. രാവിലെ മുതലുള്ള പരിപാടികളിൽ ആൻറ്റോ അഗസ്റ്റിനും പങ്കെടുത്തിരുന്നു. അവിടെ നടന്ന നടപടിക്രമങ്ങളും അവിടുത്തെ പ്രഖ്യാപനങ്ങളും എന്തുതരം പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ആൻറ്റോ അഗസ്റ്റിനോട് ചോദിച്ചു വരാം. ആൻറ്റോ അഗസ്റ്റിൻ, വെരി ഗുഡ് ഈവനിങ്. രാവിലെ മുതൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നേരിട്ട് കണ്ടയാളാണ് ആൻറ്റോ അഗസ്റ്റിൻ. വലിയ രീതിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. കേന്ദ്രത്തിൻ്റെ വക 3 ലക്ഷമുണ്ട്, കരുണാനിധിയുടെ വക 30,000 കോടിയുണ്ട്. അങ്ങനെ ആദ്യ ദിനം തന്നെ ആ അർത്ഥത്തിൽ ആകർഷണമാക്കാൻ സമ്മിറ്റിന് സാധിച്ചിട്ടുണ്ടോ? വികസന വഴിയിലേക്ക് കേരളം പോകുന്നു എന്നൊരു പ്രതീതി ഈ ഗ്ലോബൽ സമ്മിറ്റിലൂടെ പുറം ലോകത്തെ നമ്മൾ അറിയിക്കുകയാണോ? അരുൺ, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ശരിക്കും പറയണമെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ രാവിലെ തുടങ്ങിയ ഈ പ്രോഗ്രാമിലൂടെ പങ്കെടുക്കുന്നുണ്ട്. കാരണം കേരളത്തിലും കേരളത്തിന് വെളിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള നിരവധി സംരംഭകരാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുള്ളത്. ഒത്തിരി ആൾക്കാരെ ഞാൻ നേരിട്ട് കാണുകയും സംസാരിക്കുകയും അവരുടെ മുൻപുണ്ടായിരുന്ന ആശങ്കകളും ഇപ്പോൾ അവർ കേരളത്തിലേക്ക് വരാൻ കാണിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റവും നമുക്ക് രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 5-8 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ വരുമ്പോൾ അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇവിടുത്തെ തൊഴിലാളി പ്രശ്നങ്ങൾ അവർ വലിയ ആശങ്കയായിരുന്നു, ഇവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ വലിയ ആശങ്കകളായിരുന്നു, ഇവിടുത്തെ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണോ എന്ന് മാത്രം ചിന്തിച്ചിരുന്ന വിദേശ മലയാളികളോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികളെയോ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മനം മാറ്റം ഈ ഇൻവെസ്റ്റ് കേരളയോടുകൂടി സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ കരുണാനിധി 30,000 കോടി രൂപയുടെ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നു. ആസാദ് മൂപ്പൻ 850 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്യുന്നു. യൂസഫ് അലി വലിയ രീതിയിലുള്ള പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നു. ഇതെല്ലാം സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ കമ്പനികളാണ്. ഇപ്പോൾ യൂസഫ് അലിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന കരുണാനിധിൻ്റെയൊക്കെ ആണെങ്കിലും വലിയ കമ്പനികളാണ്. ITC വന്ന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നു. ഇതൊക്കെ വലിയ കമ്പനികളാണ്. അങ്ങനെയുള്ള വലിയ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാളും അപ്പുറം സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണക്കാരിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള വലിയ ചെറിയ കമ്പനികളുണ്ട്. 200 കോടിയും 150 കോടിയും 300 കോടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നിരവധി കമ്പനികളുണ്ട് കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലുണ്ട് ഹൈദരാബാദ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവരിവിടെ കേരളത്തിൽ 3,000 കോടി രൂപയുടെ പദ്ധതിയാണ് അനൗൺസ് ചെയ്തത്. ഞാനാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്. 3,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 ഹോസ്പിറ്റലുകളാണ് അവർ ചെയ്യുന്നത്. 3,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിരവധി കമ്പനികളാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം അറിയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ടൂറിസത്തിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നിരവധി സംവിധാനങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്മിറ്റ് ഒരു കുടക്കീഴിൽ ചേർക്കാൻ കേരള സർക്കാരിന് പറ്റി എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രിയെയും നമ്മുടെ വ്യവസായ മന്ത്രിയും ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻ കൊടുക്കുകയും അവരുടെ ആശങ്കകൾ കേൾക്കുകയും ഇനി എങ്ങനെ കേരളത്തിലെ വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചൊരു വലിയ ആശ്വാസമാണത്. ഒരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പരമോന്നതമായ ബോഡി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തന്നെ ഈ ഓഫറുകൾ കേൾക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒന്നാമത് വലിയ കാര്യം. വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ പ്രൊജക്റ്റിൽ അലൈൻ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കാം എന്ന് പറയുന്നത് അത് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വലിയ ടീം അങ്ങനെ വർക്ക് ചെയ്യുന്നു. അതുപോലെ IAS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള വലിയ ടീം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവർക്കെല്ലാം കിട്ടുന്ന ഈ ഇൻവെസ്റ്റർമാർക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് കിട്ടുന്ന വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അങ്ങനെ അടുത്ത കാലങ്ങളിലൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. LD
LDF സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും വലിയ സമ്മിറ്റ് വേണമെങ്കിൽ ഇതിനെ പറയാം എന്നുള്ളതാണ്. അപ്പം പി രാജീവിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഹയാത്തിൽ ഇപ്പോൾ നടക്കുന്ന ആദ്യ ദിനം എന്ന് പറയുന്നത് വലിയ വിജയമായി എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിജയമാകുക എന്ന് പറയുന്നത് നാളെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ വലിയ കമ്പനികളുടെ പ്രഖ്യാപനമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ളത്. നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ടുള്ള ചെറിയ കമ്പനികളുടെയും ഒരു 500 കോടി താഴെ 1000 കോടിക്ക് അടുത്തുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നാളെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒത്തിരി ഓൾറെഡി അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നാളെ ആയിരിക്കും എന്നുണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ കണ്ട ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വളരെയധികം ചെറിയ ചെറിയ ഹബ്ബുകളായി തിരിഞ്ഞ് അവരവിടെ ഇരുന്ന് ഓരോരുത്തർക്കും പോയി ഏത് വിഭാഗമാണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടൂറിസമായി ഒരാൾ വന്നാൽ ടൂറിസത്തിന് ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ അവരയിലുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഏരിയയിലോ ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുക, ഈ വ്യവസായം നിർമ്മാണ മേഖലയിലുമായി ബന്ധപ്പെട്ട് വന്നാൽ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ പല പല ഏരിയകളായി തിരിച്ച് അവർക്ക് ഡിസ്കസ് ചെയ്യാനും അതെന്താണ് അവരുടെ ആശങ്കകളും അവരെന്താണ് ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്കൊരു ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പരിധിവരെ കേരളത്തിൽ ഇതുപോലെയുള്ള സബ്മിറ്റുകൾ വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് നടത്തിയെങ്കിൽ ഞാൻ പറയുന്നത് റീജിയൻ വൈസ് നടത്തണം എന്നാണ്. കാലിക്കറ്റും തിരുവനന്തപുരവും ഒക്കെ റീജിയൻ വൈസ് നടത്തിയത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് ഉപകാരമാകുകയും അവരുടെ സ്ഥലങ്ങളിൽ പിന്നെ ചെറിയൊരു കാര്യം ഇതിനകത്ത് തോന്നിയൊരു കാര്യം, സാധാരണ ഇൻവെസ്റ്റ് വരുന്ന ആൾക്കാർ അവരൊരു ഇതുപോലെയുള്ളൊരു സ്ഥലങ്ങളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ അനൗൺസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കും. പല ആൾക്കാരും അങ്ങനെയാണ്. അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വേദി കിട്ടുന്നില്ലേ എന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നി അവിടെ പൊതുവായി നിന്നപ്പോൾ. കാരണം ചില ആൾക്കാരെങ്കിലും അതങ്ങനെ ഒരു ആശങ്ക പറഞ്ഞു. കാരണം എന്താണ് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ശരിക്കും ചീഫ് സെക്രട്ടറിനെ കാണാനോ അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥന്മാരെ കാണാനോ ആണെങ്കിൽ അവരുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വരേണ്ടതില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ അതെനിക്ക് തോന്നിയത് അത് ഇനി നാളെയും കൂടി ഉണ്ട്. എനിക്ക് നാളെ ഇനി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു വലിയൊരു പ്രചോദനമാവും എന്നെനിക്ക് തോന്നി എന്നുള്ള ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഒരു വിജയമായി എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്, താങ്ക് യു ആൻറ്റോ അഗസ്റ്റിൻ. ആദ്യ ദിനത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെയും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് തുടരും. നമുക്ക് വ്യവസായ വഴിയിലോ കേരളം എന്ന ചോദ്യത്തിൻ്റെ ചർച്ചയിലേക്ക് വരാം. ഉണ്ണി ബാലകൃഷ്ണൻ, ജിമ്മിൻ്റെ ആദ്യ ദിനം പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്ന് ആൻറ്റോ അഗസ്റ്റിൻ പറയുന്നു, നമ്മുടെ റിപ്പോർട്ടർമാരും പറയുന്നു. വികസന വഴിയിലോ കേരളം? നിശ്ചയമായും ഇന്നത്തെ ഈ കേരള സർക്കാരിൻ്റെ ഈ ഇനിഷ്യേറ്റീവിനെ നമ്മളെല്ലാവരും തന്നെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടല്ലോ. ഇന്ന് പ്രതിപക്ഷം പോലും അത്തരത്തിൽ വളരെ പോസിറ്റീവായൊരു സമീപനമാണല്ലോ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇന്നിപ്പം വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വ്യവസായ വിപ്ലവത്തിൻ്റെ 4.0 ആണ് എന്നാണ്, അല്ലേ? കഴിഞ്ഞ 22 വർഷമായിട്ട് കേരളം 4ഓളം ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു. 4ാമത്തെ ഇനിഷ്യേറ്റീവാണിത്, അല്ലേ? 2003 AK ആൻ്റണിയുടെ മന്ത്രിസഭ ജിം എന്നൊരു പരിപാടി എറണാകുളത്ത് നടത്തുന്നു. 2012 ഉമ്മൻചാണ്ടി സർക്കാർ എമർജിംഗ് കേരള എന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തുന്നു. ഒന്നാം പിണറായി സർക്കാർ 2020 അസൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് നടത്തുന്നു. ഇപ്പോൾ 2025 നമ്മൾ ഇൻവെസ്റ്റ് കേരള എന്നുള്ളൊരു പദ്ധതിയാണ് നടപ്പാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സമ്മിറ്റാണ് നടക്കുന്നത്. 2025 എത്തുമ്പോൾ ഈ നൂറ്റാണ്ടിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ കേരളം എന്താ പറയുക, വ്യവസായത്തെ സ്വാഗതം ചെയ്യുന്നു, വ്യവസായ വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന 4ാമത്തെ ഇനിഷ്യേറ്റീവായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന സംരംഭത്തെ എല്ലാവരും തന്നെ പിന്തുണയ്ക്കുകയും സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരത്തിലുള്ള സമ്മിറ്റുകൾ നടത്തി പോകുമ്പോൾ ആ സമ്മിറ്റുകളിലെ ഇത്തരത്തിലുള്ള സമ്മിറ്റുകളിലെ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം നടത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്, നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓഡിറ്റിംഗ് കൂടി നടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ജിമ്മിൽ അന്ന് 26,000 കോടിയുടെ നിക്ഷേപമാണ് പറഞ്ഞത് 2003. അതേപോലെ എമർജിംഗ് കേരളയിൽ അന്ന് പറഞ്ഞിരുന്നത് 40,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരും എന്നാണ്. 2020 ഒന്നാം പിണറായി സർക്കാർ നടത്തിയ അസൻ കേരളയിൽ 98,000 crores ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 1,65,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഉച്ചകോടികളിലൂടെ കേരളത്തിൽ സംഭവിക്കേണ്ടതാണ്. അത്രയും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും പദ്ധതികൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ നടക്കുന്ന പദ്ധതിയെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാണും. സത്യത്തിൽ കുറഞ്ഞ പക്ഷം ഈ പറയുന്ന ടാർഗറ്റ് കംപ്ലീറ്റായി അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് വഴി കുറേയൊക്കെ പദ്ധതികൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുകൊണ്ട് അത് കാണാതെയും പോകരുത്. ഏതായാലും
ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി രാജീവ് പറഞ്ഞൊരു കാര്യം, ഇന്ന് അദ്ദേഹം വിവിധ പത്രങ്ങളിൽ എഴുതിയിട്ടുള്ളൊരു ആർട്ടിക്കിൾ പ്രകാരമാണ് എങ്കിൽ ഏതാണ്ട് 3,45,000 സംരംഭങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. അത്രയും കൂടിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ 2,90,000 എന്നാണ് പറഞ്ഞിരുന്നത്. 3,45,000 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എന്ന് പറയുന്നു. അതുപോലെ തന്നെ 7 ലക്ഷത്തിലേറെ പേർക്ക്, കൃത്യമായി പറഞ്ഞാൽ 7 ലക്ഷത്തിലേറെ പേർക്ക് പിന്നെ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ വർഷം മാത്രം 22,135 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ആ അർത്ഥത്തിലൊക്കെ നമ്മളിപ്പം എന്താ പറയുക, വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൊസൈറ്റിയായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വിവിധ ഡാറ്റകൾ വെച്ചിട്ട്. അത് ലോകത്തോട് പറയാനുള്ളൊരു അവസരമായി കൂടി നമ്മളിതിനെ ഈ മീറ്റിനെ കാണേണ്ടതുണ്ട്. കാരണം പിന്നെ നേരത്തെ തന്നെ കേരളത്തെക്കുറിച്ച് ഒരു നറേറ്റീവ് ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതൊരു വസ്തുതയായിട്ട് ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. പ്രധാനമായും അതിൻ്റെ മുഴുവൻ ആരോപണങ്ങളും കേട്ടിട്ടുള്ളത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPM ആണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം വെച്ചാൽ കേരളത്തിൽ വന്നിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയില്ല, വന്നാൽ ഉടനെ തന്നെ അവിടെ കൊടികുത്തും എന്നുള്ള പ്രശ്നം വരുന്നത് പ്രധാനമായും നേരിട്ടിട്ടുള്ളത് CPM ആണല്ലോ. ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ 1ാം പിണറായി സർക്കാരിൽ നിന്ന് 2ാം പിണറായി സർക്കാരിലേക്ക് വരുമ്പം ഒരു പോളിസി ചേഞ്ച് നമുക്ക് കാണാം നിശ്ചയമായും. കാരണം വെച്ചാൽ ഇപ്പോൾ 1ാം പിണറായി സർക്കാർ കൂടുതലും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു സർക്കാരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള സർക്കാരാണ്. കിറ്റ് പോലുള്ള കാര്യങ്ങൾ, അത് പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും കിറ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നു. ക്ഷേമ പെൻഷൻ വളരെ നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. ആദ്യഘട്ടത്തിൽ K-ഫോൺ പിന്നെ എന്താ പറയുക കേരളയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇത്തരം പ്രവർത്തനങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയായിരുന്നു 1ാം പിണറായി സർക്കാരിൻ്റെ എങ്കിൽ 2ാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ നിശ്ചയമായും ഈ അടിസ്ഥാന സൗകര്യം, നിക്ഷേപം, ഈ 2 കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു പോളിസി ഷിഫ്റ്റായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിനകത്താണെങ്കിലും ദേശീയപാതയുടെ വികസനത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ സീപ്ലെയിൻ കൊണ്ടുവരുന്ന കാര്യത്തിനകത്താണെങ്കിലും വാട്ടർ മെട്രോ ആരംഭിക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും പുതിയ മെട്രോ പദ്ധതികൾ അനൗൺസ് ചെയ്യുന്ന കാര്യത്തിനകത്താണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിദേശ സർവകലാശാലയൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിന്നെ ചില വിവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും മദ്യനയത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ ഡിസ്റ്റിലറീസ്, ബ്രൂവറീസ് ഒക്കെ വരിക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് 2ാം പിണറായി സർക്കാർ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ റെയിൽ റോഡ് കണക്ടിവിറ്റി ഉള്ളൊരു സംസ്ഥാനം നമ്മളുടേതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഏറ്റവും സൗജന്യമായ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നമുക്ക് കൊടുക്കാൻ കഴിയും. ഭൂമി നമുക്ക് അവൈലബിൾ ആക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ റോഡ് റെയിൽ കണക്ടിവിറ്റി ഒക്കെ തന്നെയും നമുക്ക് ഒരു പശ്ചാത്തല സൗകര്യമായി, നമ്മൾ പ്രധാനമായിട്ടും ഈ ടൂറിസം അടക്കമുള്ള മേഖലകളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ കേരളം മാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. നമ്മളുടെ ഓർമ്മയിൽ ഈ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് വലിയ സമരങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. തൊഴിൽ സമരങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഹർത്താലുകളോ ബന്ധുകളോ ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നോക്കൂ, ഇപ്പോൾ ഒരു വലിയ ഇനിഷ്യേറ്റീവായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കുന്നത്, ഈ ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പം നമ്മുടെ ഒരു സ്ഥാപനത്തിനകത്ത് നമുക്ക് തന്നെ തൊഴിലാളികളുണ്ട് എങ്കിൽ അവിടെ ലോഡ് ഇറക്കാൻ കഴിയില്ല നേരത്തെ നിയമപ്രകാരം. കാരണം അവിടുത്തെ പ്രാദേശികമായ ആളുകൾക്ക് അതിനുള്ള അവസരം കൊടുക്കണം എന്നൊക്കെയുള്ളതാണല്ലോ അവകാശവാദം. അതെല്ലാം മാറ്റിയിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് ആ സ്ഥാപനത്തിൽ ആളുകളുണ്ട് എങ്കിൽ ആ സ്ഥാപനത്തിൽ തന്നെ പിന്നെ ലോഡ് ഇറക്കാനും ലോഡ് കയറ്റാനും ഒക്കെയുള്ള അനുമതി നൽകുന്ന രീതിയിൽ ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കിറ്റക്സ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളായിരുന്നു. ആ റെയ്ഡുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആകാനുള്ള ഒരു ശ്രമം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും ശരിയാണ്. അതാണ് ഒരു രാഷ്ട്രീയ മാറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ VD സതീശൻ പറയുന്നൊരു കാര്യമുണ്ട്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ നാളെ പ്രതിപക്ഷത്തായാലും അതേ നിലപാട് തുടരണം എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 4-5 പതിറ്റാണ്ടുകളായിട്ടൊരു നറേറ്റീവ് ഉണ്ടല്ലോ. ഇപ്പോൾ 2003 ജിമ്മിൻ്റെ പരിപാടിക്ക് വന്നത് ഉദ്ഘാടനം ചെയ്ത് വാജ്പേയി ആണല്ലോ. വാജ്പേയി നടത്തിയ പ്രസംഗത്തിൽ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയാണല്ലോ കോട്ട് ചെയ്യുന്നത്. അത് രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു ഇംപ്രഷനാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന ഇംപ്രഷൻ സ്വാഭാവികമായിട്ടും ലോകത്തേക്കും സഞ്ചരിക്കുമല്ലോ. ഇവിടെ ഒരാൾ വന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുന്നു, അയാൾ അവസാനം നിവൃത്തിയില്ലാതെ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആ സിനിമയുടെ കഥയെടുത്ത് വെച്ചുകൊണ്ടാണ് അന്ന് വാജ്പേയി സംസാരിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നറേറ്റീവിനെ ബ്രേക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വന്ന് തലയിൽ വീണിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. കാരണം ഇടതുപക്ഷമാണ് ഇതിനകത്ത് എവിടെ വന്നാലും സമരം ചെയ്യുക, ഫാക്ടറികൾ ലോക്കൗട്ട് ആക്കുക, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ എന്താ പറയുക അത്തരത്തിലുള്ള പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ രാജീവ് ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒക്കെ പറയുന്ന ആ ഇനിഷ്യേറ്റീവിനെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആകാതിരിക്കാൻ കഴിയില്ല ഇതിന്. കാരണം വെച്ചാൽ അത്രത്തോളം ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു സൊസൈറ്റി ആയിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പല കാരണങ്ങളാൽ. അപ്പോൾ അതിനകത്ത് ഈ എടുത്തിരിക്കുന്ന
ഇനിഷ്യേറ്റീവ് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്, അത് ഫലവത്താകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് നാം ഇനി ഇതുവരെ നമ്മൾ പിടിച്ചു വച്ചിരുന്ന രീതിയിലുള്ള എന്താ പറയുക യാഥാസ്ഥിതിത്വവും യാന്ത്രികവാദവും ഒന്നും തന്നെ വിലപ്പോകില്ല. ആ രീതിയിൽ അങ്ങനെയല്ല ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു വലിയ മനസ്സിലാക്കലിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത് സൊസൈറ്റിയുടെ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് തന്നെയാണ്, ഒരു മുന്നോട്ട് ആയിട്ടുള്ളൊരു ചുവടുവെപ്പാണ്. ഞാൻ ആർത്ഥത്തിൽ ഈ സമ്മിറ്റിനെ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ സമ്മിറ്റിനെ നോക്കിക്കാണുന്നതും ആ ഇനിഷ്യേറ്റീവിനെ ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യ ബോധത്തെയും അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വരവേൽപ്പ് എന്ന സിനിമയിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. വരവേൽപ്പ് എന്ന സിനിമ അന്നൊരു പ്രതീകാത്മകമായ ഒരു കാഴ്ചയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഫാക്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഡോക്ടർ MK മേനൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ആരോടും പരിഭവങ്ങളില്ലാതെ. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രേഡ് യൂണിയനിസം എന്നുള്ളത് യൂണിയൻ ട്രേഡിസമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമരം എന്നുള്ളത് അന്ന് തൊഴിലാളി സംഘടനയുടെയല്ല, തൊഴിലാളി നേതാവിൻ്റെ ആവശ്യമായിരുന്നുവെന്നും ഒരു സമരം കഴിയുമ്പോൾ ഒരു വീടോ അതല്ലെങ്കിൽ ഒരു കാറോ ഒക്കെ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളി സ്വന്തമാക്കിയിരുന്ന കാലമുണ്ടായിരുന്നുവെന്നും 1980കളിൽ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഈ വരവേൽപ്പ് എന്ന സിനിമയുണ്ടാവുന്നത്. അതായത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെ എന്നും ഉയർത്തിപ്പിടിച്ചവരാണ് കേരളം. അതിനെ ആരും തള്ളിപ്പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവിടെ കടന്നു വന്ന ഒരു അപജയം എന്ന് പറയുന്നത് ആ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കടന്നുകൂടുകയും രാഷ്ട്രീയത്തിനേക്കാളപ്പുറം ആ നേതാക്കൾക്ക് വഴിവിട്ട ജീവിതം നയിക്കാനുള്ളൊരു ഉപാധിയായിട്ടത് മാറുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അവിടെയാണ് MK നായരുടെയൊക്കെ ഈ പുസ്തകം വളരെ പ്രസക്തമാകുന്നത്. ഇന്ന് ആ വരവേൽപ്പ് എന്ന സിനിമയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഇന്ന് മറ്റൊരു തരത്തിലുള്ള വരവേൽപ്പാണ് ഇന്നത്തെ ഈ ഗ്ലോബൽ സമ്മിറ്റ് വിഭാവനം ചെയ്യുന്നത്. ഇൻവെസ്റ്റ് കേരള, ഇൻവൈറ്റിംഗ് കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളം ക്ഷണിക്കുകയാണ്, കേരളം വരവേൽക്കുകയാണ്. നിക്ഷേപങ്ങളെ, ലോകമെമ്പാടുമുള്ള വലിയതും ചെറുതുമായ നിക്ഷേപങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നൊരു വാതിലായിട്ട് മാറുകയാണ്. വരവേൽപ്പിൻ്റെ അർത്ഥം മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1989 ഈ പുസ്തകം ഇറങ്ങുന്നതെങ്കിലും വരവേൽപ്പ് എന്ന സിനിമ ആ കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നതെങ്കിലും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട, നമ്മുടെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട വലിയൊരു ചോദ്യമാണ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെയും IHD-യുടെയും കണക്ക് പ്രകാരം കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ 15 വയസ്സിനും 29 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ 31% ആളുകൾ ഇപ്പോഴും അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ളതാണ്. ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ ഒഡീഷയുടെയും ബീഹാറിൻ്റെയും തൊട്ടുമുന്നിൽ മാത്രമാണ് നമ്മളെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്ക് നൽകുന്നത്. എന്നാൽ മറ്റൊരു കണക്ക് കൂടിയുണ്ട്, അതാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ദേശീയ ശരാശരി ഓരോ ദിവസത്തെയും വേജ് നമ്മൾ പരിശോധിച്ചാൽ കാഷ്വൽ വർക്കേഴ്സിൻ്റെ വേജ് നോക്കിക്കഴിഞ്ഞാൽ 9,000-ഓളമാണ് ദേശീയ ശരാശരി. കേരളത്തിൽ അത് വന്നു നിൽക്കുന്നത് 14,000 മുകളിലാണ്. അപ്പോൾ കാഷ്വൽ ലേബേഴ്സിൻ്റെ ഡെയിലി വേജിൻ്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ തന്നെ ഒന്നാമത് നിൽക്കുകയും എന്നാൽ അതേ സംസ്ഥാനം തന്നെ അഭ്യസ്തവിദ്യരായ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തെ സർക്കാർ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചതെപ്പോഴാണ്? കോവിഡിന് ശേഷമുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് നമ്മെ വല്ലാതെ പരിഭ്രമിപ്പിച്ച ഒന്നാണ്. ചെറുപ്പക്കാർ കൂട്ടത്തോടെ അതിനുശേഷം ഇവിടെ നിന്ന് വിട്ടുപോയി. ഈ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി MSME എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സാധ്യതയായിട്ട് കേരളം കണക്കാക്കി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന് വ്യവസായ വകുപ്പ് അടക്കം കണക്കിലാക്കുന്ന 3 പ്രധാനപ്പെട്ട അടിസ്ഥാന നേട്ടങ്ങളുണ്ട്, അഥവാ നമ്മുടെ വിഭവങ്ങളുണ്ട്. ഒന്ന്, മാനവ വിഭവശേഷി എന്നുള്ളതാണ്. അതിനെ വ്യവസായ മന്ത്രി വിശേഷിപ്പിക്കുന്നത് ടാലൻറ്റ് പൂൾ എന്നാണ്. നമ്മൾ തന്നെ ഏകദേശം 3 ലക്ഷത്തോളം പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ പങ്കെടുത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം നോക്കിയാൽ 20 വയസ്സിനും 30 വയസ്സിനും താഴെയുള്ള ചെറുപ്പക്കാരാണ്. IT മേഖലയിൽ, എയ്റോസ്പേസ് മേഖലയിൽ, റോബോട്ടിക്സിൽ, എന്തിനേറെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒക്കെ നിക്ഷേപിക്കാൻ വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ ടാലൻറ്റ് പൂൾ നമുക്കുണ്ട്. അത് ഒരു വലിയ അനുഗ്രഹമാണ് കേരളത്തിന്. ആ ടാലൻറ്റ് പൂളിനെ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റീവായി, സർഗാത്മകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നമ്മുടെ വികസന പാത തെളിയുന്നത്. നമ്പർ 2, ലോകത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലൈമാറ്റിക് കണ്ടീഷനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ബാംഗ്ലൂരുവിന് സമാനമായ, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങൾക്ക് സമാനമായ, ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ മാറുന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിൽ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ കേരളത്തിലുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത നമുക്കുണ്ട്. മൂന്നാമത്തേതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ടിവിറ്റി എന്നുള്ളത്. കേരളത്തിൻ്റെ തലങ്ങും വിലങ്ങും ദേശീയപാതകൾ, ഇനി കണ്ണാടി പോലെ മിന്നുന്ന ദേശീയപാതകളാണ് വരാൻ പോകുന്നത്, മലയോര ഹൈവേകൾ വരാൻ പോകുന്നത്. ആ ദേശീയപാത
പാത 17 മണിക്കൂർ എന്നുള്ളത് 7 മണിക്കൂറായിട്ട് ചുരുങ്ങാൻ പോവുകയാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? കേരളം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കോറിഡോറായി മാറുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഒരു അർബൻ കോറിഡോറായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഇരു കരകളിലുമുള്ള മനുഷ്യർക്ക് ഒരുപാട് വികസന സാധ്യതകളുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ രീതിയിൽ വിഷമം വയ്ക്കുന്നതോ വലിയ രീതിയിൽ മലിനീകരണം ഉണ്ടാക്കുന്നതോ ആയ റെഡ് കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രികൾക്കല്ല ഇവിടെ സാധ്യതയെന്നും ഗ്രീൻ വൈറ്റ്സ് ഒരു പരിധിവരെ ഓറഞ്ച് സോണിലും പെട്ടിരിക്കുന്ന ഉൽപാദന യൂണിറ്റുകൾക്ക് ഇവിടെ വലിയ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ മേഖലകളിലേക്ക് 22ഓളം പ്രധാനപ്പെട്ട കീ ഇൻവെസ്റ്റിംഗ് ഏരിയകൾ കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. ഈ സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ ഇൻവെസ്റ്റ് കേരളയ്ക്ക് വേണ്ടി കേരളം തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിന് സംഭവിച്ചൊരു വലിയ മാറ്റമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി സർക്കാരിൽ എത്തിക്കുമ്പോഴേക്കും നമ്മളുടെ സാമ്പത്തികാവസ്ഥ, നമ്മളുടെ സാമൂഹിക സാഹചര്യം നമ്മളെ നിർബന്ധിതമാക്കുന്നുണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറേണ്ടതുണ്ട്. വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 5ഓളം മാറ്റങ്ങൾ നമ്മൾക്ക് എണ്ണി പറയാൻ പറ്റും. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പോളിസിയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളാണ്. അത് ഏതെങ്കിലും തരത്തിൽ ട്രേഡ് യൂണിയൻ മനോഭാവത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്ന മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ട്രേഡ് യൂണിയൻ മനോഭാവം അങ്ങനെ ഒരു പെട്ടെന്നൊരു ദിവസം സ്വിച്ചിട്ടാൽ മാറുന്നതല്ല. അത് വലിയ മാറ്റങ്ങളുടെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഇന്ന് തിരുവാർപ്പിൽ നമ്മൾ കണ്ടതല്ലേ, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷമോ അതിൻ്റെ വർഷമോ തിരുവാർപ്പിൽ ബസ്സിന് മുന്നിൽ പോയി കൊടി പിടിക്കുന്നയാൾ എൻ്റെ കൊടിയിൽപ്പെട്ടാൽ നിന്റെ ബസ് ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ നേതാവ് അന്നത്തെ വരവേൽപ്പിലെ നേതാവിൻ്റെ മറ്റൊരു തുടർച്ചയായിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഒരു പൊതുസമൂഹവും രാഷ്ട്രീയ കക്ഷിക്കും ഈ ചുമട്ടു തൊഴിലാളികളുടേതാണെങ്കിലും ബാക്കിയുള്ള തൊഴിലാളികളുടേതാണെങ്കിലും നോക്കുകൂലിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുകൂലി എവിടെയുണ്ടെങ്കിലും പൊതുസമൂഹത്തിനൊരു ധാർമ്മിക രോഷം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് മാറുന്നത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നോക്കൂ, 5 മേഖലകളിലെ മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായി ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ സർക്കാരുകൾ UDF സർക്കാരും LDF സർക്കാരും കൊണ്ടുവന്ന നിക്ഷേപ സൗഹൃദ യജ്ഞങ്ങളുടെ ഭാഗമായി നമുക്ക് K-SWIFT വഴി ഏകജാലക സംവിധാനം വന്നു. പണ്ടങ്ങനല്ല, ഒരു നിക്ഷേപം വന്നാൽ ആ നിക്ഷേപം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പല ഓഫീസുകളിൽ പഞ്ചായത്ത് ഓഫീസ് മുതൽ വ്യവസായ ഓഫീസ് വരെ നൂലാമാലകൾ കടന്നു കയറണമായിരുന്നു. 1996 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫാക്ടറീസ് ആൻഡ് ട്രേഡ് ചട്ടമുണ്ട്. ആ ചട്ടമാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വിപ്ലവകരമായ മാറ്റമെന്നാണ്. രാഷ്ട്രീയമായി അതിന് ചില ഉണ്ട്. കാരണം അതിൽ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ കുറയ്ക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ആവശ്യമില്ല. അതിൽ തന്നെ ഇപ്പോൾ ഒരു VCR കട തുടങ്ങാൻ പഞ്ചായത്തിൻ്റെ പെർമിഷൻ വേണം. അത് VCR എന്നുള്ളത് കാലഹരണപ്പെട്ടു. അവിടെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ആ 159ഓളം പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളും സംരംഭങ്ങളും തുടങ്ങുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി വേണമെന്നുള്ളത് മാറുകയും പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി എന്നതാവുകയും ചെയ്തു. അതൊരു വലിയ മാറ്റമാണ്. K-SWIFTൻ്റെ കാര്യത്തിൽ ഏകജാലക സംവിധാനം വന്നു. രണ്ടാമത്തെ ഒരു വലിയ മാറ്റം നോക്കൂ, 3.5 വർഷം കേരളത്തിൽ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു 10 കോടി രൂപ ഉണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.5 വർഷം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അടുത്ത് പോയി ഒരു ലൈസൻസും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോർട്ടലിൽ പോവുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്താൽ K-SWIFT വഴി നിങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതാണ് നേരത്തെ വിപ്ലവിലെ മുതലാളി പറഞ്ഞത്. അമേരിക്കയിലും സിംഗപ്പൂരിലും 3 ദിവസമാണെങ്കിൽ ഇന്ത്യയിൽ 114 ദിവസമാണെങ്കിൽ 286 ദിവസമെന്നുള്ള കേരളത്തിൻ്റെ അവസ്ഥ മാറുകയും 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് 10 കോടി രൂപ കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയും ചെയ്യുന്നു. വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മാറ്റമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം. അത് നോക്കൂ, ഓറഞ്ചിലും ഗ്രീനിലും വൈറ്റിലും പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആ അർത്ഥത്തിൽ 2 മിനിറ്റ് സമയം മതി എന്നുള്ളതാണ്. ഇനി 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾ തുടങ്ങാൻ, നിങ്ങൾക്ക് റെഡ് സോണിൽ പെട്ടിരിക്കുന്ന വലിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ, ഫാക്ടറികൾ തുടങ്ങാൻ 7 ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് അനുവദിക്കണം എന്ന ഒരു ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. വലിയ മാറ്റമാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനമായി നമ്മുടെ ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടിനെ മാറ്റി. ആ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി ഇന്ന് ഇൻവെസ്റ്റ് കേരളയിൽ പ്രകടിപ്പിച്ചത്. റെഡ് ടേപ്പിസം ഇനി നിങ്ങൾക്കൊരു വിനയാവില്ല. കാരണം കാത്തിരിക്കേണ്ടതില്ല. 3.5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ലൈസൻസിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതാണോ യാസസിൻ്റെ കാര്യത്തിൽ നാളെ ബ്രൂവറി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു തടസ്സവും പഞ്ചായത്തിന് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് റെഡ് കാറ്റഗറിയിൽ പെട്ടതല്ല, ഇത് ഗ്രീൻ കാറ്റഗറിയിലോ വൈറ്റ് കാറ്റഗറിയിലോ പെട്ടതാണെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയാൽ 50 കോടി വരെ നിക്ഷേപമുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം. 50 കോടിക്കപ്പുറം ഒയാസിസ് അതിനപ്പുറം വരുന്നു. 680 കോടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ്
ഡെപ്പോസിറ്റ് ലൈസൻസ് ലഭിക്കും. അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ്. അതൊരു മിന്നൽ വേഗത്തിൽ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല, ഇത് ബ്യൂറോക്രസിയുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാക്കും. ഇന്നിപ്പോൾ നോക്കൂ, ഉദ്യോഗസ്ഥന്മാരിരിക്കുകയാണ്. അതാണ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്. ടൂറിസത്തിൻ്റെ മേഖലയിൽ, MSME മേഖലകളിൽ, മറ്റു പാരമ്പര്യ തൊഴിലിൻ്റെ മേഖലകളിൽ ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നു, അവർ കൃത്യമായി നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. നിങ്ങൾ ഏത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം, എവിടെയാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് പണ്ട് എങ്ങനെ തടയാമെന്നതായിരുന്നു ആലോചിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ എങ്ങനെ എണ്ണം കൂട്ടാം, എണ്ണത്തിൻ്റെ പേരിലാണ് മത്സരം. ആ ഒരു മത്സരം വരുന്നു. അതൊരു ആരോഗ്യകരമായ സംവാദമാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നതും. അതുകൊണ്ട് കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഈ സംരംഭക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പണ്ട് കോടതി വ്യവഹാരം വലിയ പ്രശ്നമായിരുന്നു. സിവിൽ കോടതിയിൽ പോയി മാസങ്ങളോളം കെട്ടിക്കിടക്കും. ഇപ്പോൾ അത് വേണ്ട. ഇപ്പോൾ അതിന് പകരം സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ വന്നു. സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ വന്ന് നിങ്ങളുടെ വ്യവസായ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനമുണ്ടാക്കി. അതായത് ഭരണ സംവിധാനത്തിൽ ഗവേണൻസിൻ്റെ രീതിയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അത് ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അത് ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ ഇടയിൽ കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇവിടെ സാധ്യമാണ് എന്ന കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ആ കാഴ്ചപ്പാടാണ് നമ്മൾ പണ്ടൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. സിലിക്കൺ വാലി തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ചൊരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഉണ്ടാക്കി. ആ HP, അതാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന HP എന്ന് പറയുന്ന കമ്പ്യൂട്ടർ. അതേപോലെ ഈ കൊഡാക്ക് എന്ന് പറയുന്ന കമ്പനി. അതേപോലെ നമ്മുടെ സർവകലാശാലകളിലെ കുട്ടികൾക്കൊരു എക്കോ സിസ്റ്റം ഉണ്ടാക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് വലിയ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് നമ്മൾ കാണുന്നു. IBM പോലെയുള്ള കമ്പനികൾ വരുന്നു. ഹൈഡ്രജൻ വാലി എന്ന് പറയുന്ന വലിയ പ്രോജക്റ്റിലാണ് ദാവൂസിൽ 18,000 കോടി രൂപയുടെ വലിയ പ്രഖ്യാപനം നടത്താൻ സാധിച്ചത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 30,000 കോടി രൂപ കരണദാന് പറയുമ്പോൾ അദാനിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ പറയുമെങ്കിലും നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ദാറ്റ്സ് മണി. ആ പണം കേരളത്തിൽ വരണമെന്നും കേരളത്തിൽ ആ പണം സർക്കുലേറ്റ് ചെയ്യപ്പെടണമെന്നും ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ തൊഴിലവസരമാണതെന്നും മനസ്സിലാക്കുന്ന ഒരു സർക്കാരും പ്രതിപക്ഷവും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അനാവശ്യമായ തർക്കങ്ങൾക്കും അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും അതിനെയൊക്കെ രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ വി നീഡ് മണി, വി നീഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം നമ്മുടെ ചെറുപ്പക്കാർ നേരത്തെയുള്ള കണക്ക് പ്രകാരം 31% അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. കേന്ദ്ര സഹായം നാൾക്കുനാൾ മെലിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് തനത് വിഭവങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ടാലൻറ്റ് പൂളിനെ, നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ ഇൻ്റർനെറ്റ് സൗജന്യ അവകാശമാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റി കേരളത്തിലെ ഏത് ഗ്രാമങ്ങളിലും ഇന്ന് ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സംവിധാനമുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഏതൊരു യൂറോപ്യൻ സാഹചര്യത്തെയും കിടപിടിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ പരിസരങ്ങൾ മാറണം. ഓരോ ഗ്രാമങ്ങളിലും IT ഹബ്ബുകളും ഗ്രാമങ്ങളിൽ വർക്ക് ഫ്രം ഹോം സ്റ്റേഷനുകളും ഒക്കെ വരുന്ന ഒരു കാലമായി നമ്മൾ മാറാൻ പോകുന്നു എന്നുള്ളൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മീറ്റാണ്. ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേക അഭിനന്ദനമുണ്ട്. പൂർണ്ണമായും നമ്മൾ യോജിക്കുകയാണ്. കേരളം ഒരു വലിയ ഹബ്ബായി തന്നെ മാറട്ടെ. ലക്ഷണമൊത്ത ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. വികസന പാതയിലോ കേരളം എന്നാണ് ചോദ്യം. വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വലിയ സമ്മിറ്റായിട്ടാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും അതിനെ കാണുന്നത്. വികസന പാതയിലോ കേരളം? വികസന പാതയിൽ തന്നെയാണ്, വികസന പാതയിലാകണമല്ലോ. പക്ഷേ അത് ഒരു തുടർച്ചയാണ് എന്നുള്ളതാണ്. അത് ഒരു സർക്കാരിൻ്റെ മാത്രം അവകാശവാദമായി കാണാൻ കഴിയില്ല. അത് കാലങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയായിട്ട് വേണം കാണാൻ. ആ തുടർച്ചയിൽ എപ്പോഴും ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് ഇടതുപക്ഷം വികസന വിരോധികളാണ് എന്ന് പറഞ്ഞിട്ടാണ്. വികസന വിരോധികളാണ് എന്ന് പറയുന്നത് ചില വികസന പദ്ധതികൾ വരുമ്പോൾ അത് തൊഴിലാളി വിരുദ്ധമാണെങ്കിൽ അവിടെ വലിയ സമരങ്ങളുണ്ടാകും. അതെപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും വികസനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ചേർന്ന് പോകില്ല എന്ന് കാലാകാലങ്ങളായി കരുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി പിണറായി സർക്കാർ വരുമ്പോൾ ഒരു നയം മാറ്റം. രണ്ടാം പിണറായി സർക്കാർ, നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തല്ല, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് എത്തുമ്പോഴേക്കും ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, നിലപാട് മാറ്റമുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി ഒരുപാട് യാത്രകൾ നടത്തുന്നു. ഇവിടെ മന്ത്രിമാരടക്കം വിദേശ യാത്രകൾ നടത്തി ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്നു. അതിവിടെ കൊണ്ടുവരുമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പൊതുവേ ഒരു വികസനവുമായി ബന്ധപ്പെട്ടുള്ള സമീപനത്തിൽ, നിലപാടിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന 3,44,848 സംരംഭങ്ങൾ എന്ന കണക്കിലേക്ക് വരുമ്പോൾ ആ കണക്കുകൾ കൃത്യമായും
എന്ത് കണക്കുകളാണ്, അത് പൂർണ്ണമായും ശരിയായ കണക്കുകളാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അപ്പുറത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ 1ാം റാങ്ക് എന്ന് പറയുന്ന അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പറയുന്നു. അതാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് 2021 നിർത്തലാക്കിയതാണ്. പക്ഷേ അപ്പോഴും പീയൂഷ് ഗോയൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ടൈം ഫ്രെയിം വെച്ച് ഒരു പദ്ധതി നടപ്പാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നടപ്പാക്കുന്നുണ്ടോ എന്നൊരു നിരീക്ഷണം കേന്ദ്രം നടത്താറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള സമീപകാലത്തെ ഒരു മാറ്റം. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ ഇത്രയധികം വിദേശ പ്രതിനിധികൾ, ഇൻവെസ്റ്റേഴ്സ് അടക്കം ഇവിടെ വരണമെങ്കിൽ ഇവിടുത്തെ ഒരു സമീപനത്തിൽ മാറ്റമുണ്ടായി എന്നൊരു തോന്നൽ അവർക്കുണ്ടാകണമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമാണ്. ആ നിലയ്ക്ക് ഒരുപാട് വികസന പദ്ധതികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ 4 ലോക കേരള സഭകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രവാസികൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. പ്രവാസികൾ ഒരുപാട് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏത് വഴിയിൽ പോയി, എന്തൊക്കെ നടപ്പായി എന്നതിൻ്റെ കണക്കുകൾ ഇവിടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടോ, അതൊരു സുതാര്യമായ അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി അടക്കം നിന്ന് നിതിൻ ഗഡ്കരി പുറത്തുനിന്നാണെങ്കിലും ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അപ്പോഴും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇവിടെ ഈ ലോക കേരള സഭകൾ നാളെ നടന്നല്ലോ, 2011 മുതൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും യുവാക്കൾ പുറത്തേക്കാണല്ലോ ജോലിക്ക് പോകുന്നത് എന്നൊരു സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ സത്യമില്ലാതില്ലല്ലോ. നമ്മളിപ്പോൾ ബജറ്റിന് ശേഷവും നമ്മുടെ ധനമന്ത്രിയും പറയുന്ന കാര്യം അതാണ്, യുവാക്കളെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പറയുക. അപ്പോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാറ്റമായി ഈ വികസന പാതയിലെ ചർച്ചയ്ക്ക് നമുക്ക് കാണുമ്പോൾ അത് പോസിറ്റീവായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് അതിൽ സഹകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യവും അതാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷം സർക്കാർ എന്നില്ല, ഒരുമിച്ച് പോകേണ്ടതാണ്. കേരളത്തിന്റെ വികസനം എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഇതേ സമീപനം വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട സമരങ്ങളൊന്നും ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അതിനോടുള്ള ഒരു സമീപനമായി കാണേണ്ടത്. ഇനി ഇവിടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സങ്കീർണമായ സാഹചര്യം മാറിയിട്ടുണ്ട്. അത് കേരളത്തിലെ പ്രത്യേക സാഹചര്യമല്ല, രാജ്യത്ത് തന്നെ ഒരു സങ്കീർണമായ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് ഒരുപാട് സങ്കീർണമായ നൂലാമാലകളിലൂടെ പലതരം അനുമതികളിലൂടെ കടന്നുകൊണ്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തെ ഈ ലൈസൻസ് രാജ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ കാലം മാറി മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ കാലത്ത് തന്നെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച കേരളത്തിലുണ്ടായി. 96 2001 വരെയുള്ള കാലം നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നത്. ആ സിംഗിൾ വിൻഡോ സംവിധാനത്തിലൂടെ ആ നൂലാമാലകളിൽ കുറേ മാറ്റം വന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പിണറായി വിജയൻ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചല്ലോ. ഈ ആന്റണി കാലം 2001 2006 കാലത്തിൽ ആന്റണി കാലത്തിലാണ് ആന്റണി പറയുന്നത് വികസനത്തിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഇവിടെ എളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കുമ്പോഴും എളമരം കരീം കൊണ്ടുവന്ന പദ്ധതികളെ അന്ന് AK ആന്റണി ഒരുപാട് ശ്ലാഘിച്ചിരുന്ന കാര്യം ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ കത്ത് വന്ന സന്ദർഭത്തിൽ അതും കൂടി എടുത്തു പറയുന്നുണ്ട്. CPM പല ചർച്ചകളിലും ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോൾ അത് ഒരു കാര്യമാണ്. അപ്പോൾ സർക്കാരുകൾ എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ വികസനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവായ വികസനം എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ പോകുന്നത് ഏറ്റവും പോസിറ്റീവായ കാര്യമാണ്. ഇപ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, വലിയ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ ചെറുകിട സംരംഭകരുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക, അവർക്കും പോസിറ്റീവായ ഒരു സാഹചര്യം ഇവിടെയുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിനുള്ള സമീപനം മാറിയിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാട് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ നോക്കുകൂലി ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്, പലയിടത്തും സംഭവിക്കുന്നുണ്ട്. അത് ആ സമയത്ത് നമ്മൾ വാർത്തയാകുകയും ചെയ്യാറുണ്ട്. 2024 മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബറിൽ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് CITU പ്രവർത്തകർ നടത്തിയ അതിക്രമം, അതിന്മേൽ മന്ത്രി ശിവൻകുട്ടി തന്നെ ഇടപെടുകയും അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത ഒരു കാര്യം കൂടിയാണ്. അന്ന് മാതൃഭൂമി പത്രത്തിൽ അത് മുഖപ്രസംഗമായിരുന്നു. അപ്പോൾ ഇത് വളരെ മുമ്പ് നടന്ന കാലമല്ല, 2018 കാലമല്ല, 2019 ഇപ്പോൾ ആന്തൂർ സാജൻ്റെ കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ ആ ബസ് മുതലാളിയുടെ കഥ നമ്മൾ പറഞ്ഞു, അതൊരു സംഭവമാണ്, അതിവിടെ നടന്നിട്ടുള്ള കാര്യമാണ്. തിരുവാർപ്പിലെ കാര്യം അന്നാണ് കോടതി പറഞ്ഞത്, കോടതിയുടെ ചെകിട്ടത്തെ അടിയേറ്റു എന്ന രൂപത്തിൽ കോടതി അതിനോട് പ്രതികരിച്ച്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. കാരണം സർക്കാരുകളുടെ സമീപനം മാറുമ്പോഴും അപ്പുറത്ത് സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ ആ സമീപനത്തിലേക്ക് വരണമെങ്കിൽ അവരുടെ സാഹചര്യം കൂടി മാറേണ്ടതുണ്ട്. അവരുടെ സാഹചര്യം മാറുന്നുണ്ട് എന്നൊരു വിഷയം മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി നല്ല അവസരങ്ങളും നല്ല സംവിധാനവും നല്ല ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കിക്കൊണ്ട് ഉള്ള വ്യാവസായിക നയം, അതാണ് കേരളം ഇപ്പോൾ സ്വർഗത്തിലാണ് എന്ന് മന്ത്രി P. രാജീവ് പറയുമ്പോൾ സ്വർഗത്തിലാവണമെങ്കിൽ അതും കൂടി വേണം. കാരണം ഇവിടെ ഈ വലിയ സമ്മിറ്റ് നടക്കുന്നത് ഹയാത്തിലാണല്ലോ, ഗ്രാൻഡ് ഹയാത്തിൽ. ആ ഹയാത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ
അതിനെതിരെ സമരം ചെയ്തവരാണ്. ഇന്ന് ഹൈബിയുടെ അത് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമരം കാലത്തിൽ നിന്നും ആ സമീപനത്തിൽ നിന്നും മാറുന്നു എന്നുള്ള കാര്യം പോസിറ്റീവായ കാര്യം തന്നെ. അപ്പോൾ അത് നല്ല കാര്യമായി തന്നെ അവിടെ നിൽക്കുന്നു. ഇതേ സമ്മിറ്റ് അവിടെ നടക്കുമ്പോഴാണ് അവിടെ ആശാവർക്കർമാർ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വർഗമാവേണ്ടതുണ്ട്. ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രം സ്വർഗമാവുകയല്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ വികസനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന വികസനമാകണം, എല്ലാവർക്കും ഭേദ്യമാകുന്ന വികസനമാകണം. ആ നിലയ്ക്കാകണം സർക്കാരിൻ്റെ ചിന്തകൾ വരേണ്ടത്. ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി. ഇത് കേന്ദ്രത്തിൻ്റെതായിരുന്നു പിറവത്തെ. അത് വലിയ നഷ്ടത്തിലും വലിയ ബുദ്ധിമുട്ടിലായി കിടക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സ്വകാര്യ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടുള്ള കാര്യവും. അപ്പോൾ സമീപനത്തിൽ മാറ്റം വരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ എല്ലാവരെയും ആ തുല്യമായി പരിഗണിച്ചുകൊണ്ട് ഈ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടി അതിൻ്റെ സമീപനങ്ങളിൽ നിന്ന് മാറുമ്പോൾ അവർക്ക് കൂടി അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് മാറി മുതലാളിത്തത്തോട് അടുക്കുന്നു എന്ന പരിഹാസത്തോടു കൂടിയാണ് ശശി തരൂർ ആ ലേഖനം എഴുതിയത്. ആ ഭാഗം വിട്ടുകൊണ്ട് ആദ്യ ഭാഗത്തെ മാത്രം പ്രസംഗിക്കുമ്പോൾ അതുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. മുതലാളിത്തത്തോട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എന്ന് സമ്മതിക്കുക കൂടിയാണോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കൂടി ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. ഏതായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും സഹകരിച്ചിട്ടുള്ളൊരു മുന്നേറ്റം അവിടെ സാധ്യമാകുന്നു. കേന്ദ്രം കോടികൾ ഇവിടേക്ക് നൽകുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതിൽ മുന്നേറാൻ കഴിയട്ടെ. പക്ഷേ അപ്പോഴും ഇവിടെ നടപ്പാക്കാത്ത പല പദ്ധതികളെക്കുറിച്ചും ഇന്ന് ഞാൻ ഈ വിഷയം തന്നെയാണ് 7 മണിക്ക് ചർച്ചയ്ക്കെടുത്തത്. ഇവിടെ ചർച്ചയ്ക്ക് വന്ന സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് പറയുന്നുണ്ടായിരുന്നു, പുഴയ്ക്കൽ പാർക്ക് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത പദ്ധതിയാണ്, അതിൻ്റെ അവസ്ഥ എന്തായി? അങ്ങനെ പല കാര്യങ്ങളും നടന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ബയോ പാർക്കുകൾ തോമസ് ഐസക്കിൻ്റെ കാലത്ത്, അതായത് പിണറായി വിജയൻ സർക്കാർ തുടങ്ങുന്ന കാലത്ത് തുടങ്ങി പല പദ്ധതികളും പാതി വഴിയിലാണ്. അപ്പോൾ വ്യവസായ ഇടനാഴി എന്ന് പറയുന്ന കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി അതിപ്പോൾ പദ്ധതിയിലുണ്ട്. പക്ഷേ അതിൻ്റെ വേഗം വെക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ മണിക്കൂറുകൾ കൊണ്ട് കാസർഗോഡേക്ക് എത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു. അതിലുള്ള കോടികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റോഡ് വികസനം സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്ന നിതിൻ ഗഡ്കരി തന്നെയാണല്ലോ ഇന്നിപ്പോൾ കോടികൾ നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാറ്റമുണ്ട് എന്ന് കേന്ദ്രവും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശുഭസൂചനയാണ്. വളരെ പോസിറ്റീവ് നോട്ടോടുകൂടി തന്നെ നമുക്കിത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ആകരുത് മുന്നോട്ട് പോകുക. ഓക്കെ, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെ ഒരു വസ്തുത കൂടി നമുക്ക് വികസന പാതയിലോ എന്നായിരുന്നു ചോദ്യം. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംശയം പ്രതിപക്ഷം ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട വിമർശനം. ഇനിയിപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പീയൂഷ് ഗോയലിൻ്റെ ഒരു അഭിമുഖം എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് റാങ്കിങ് എന്ന രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ആ പേര് മാറ്റി എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ രീതിശാസ്ത്രവും മാറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് എന്ന് തന്നെയാണ് പൊതുവേ അത് അറിയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ പേര് ബ്രാപ്പ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആരാ കൊടുത്തുകൊണ്ടിരുന്നത്? റാങ്കിങ് കൊടുത്തുകൊണ്ടിരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന DPIIT എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഈ ബ്രാപ്പിൻ്റെ റാങ്കിങ്ങിൽ അതിന് പ്രധാനപ്പെട്ട ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. പ്രധാനമായിട്ടും ഒന്ന് ബിസിനസ് സെൻട്രിക്കും മറ്റൊന്ന് സിറ്റിസൺ സെൻട്രിക്കുമായിട്ടുള്ള റാങ്കിങ് കാറ്റഗറിയാണ്. ഇതിൽ ബിസിനസ് സെൻട്രിക് ആയിട്ടുള്ള റിഫോംസിൽ 2 എണ്ണത്തിലും കേരളം മുൻപന്തിയിലാണ്. സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള റിഫോംസിൽ 7 എണ്ണത്തിലും മുൻപന്തിയിലാണ്. തൊട്ടു പിന്നാലെ ആന്ധ്രാപ്രദേശും ഗുജറാത്തും എത്തുന്നു. നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു, അവിടുന്ന് 16ാം സ്ഥാനത്തേക്ക് എത്തി, 1ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് സെൻട്രിക് ആയിട്ടുള്ള റിഫോംസിൽ കേരളം 9 പ്രധാനപ്പെട്ട ഹെഡുകളിലാണ് 1ാം സ്ഥാനത്തെത്തിയത്. ഉദാഹരണത്തിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട്, പേയ്മെൻറ്റ് ഓഫ് ടാക്സസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതേപോലെ സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള സേവനങ്ങളുടെ കാര്യത്തിൽ, ഇതെല്ലാം ഈ DPIITയുടെ ബ്രാപ്പ് എന്ന് പറയുന്ന റാങ്കിംഗ് പട്ടികയിൽ വരുന്നതാണ്. അതിൽ 1ാം സ്ഥാനത്ത് കേരളമാണ്. 9 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടിയ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. തൊട്ടു പിന്നിൽ 5 എണ്ണം നേടിയ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്താണ് എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ പേര് മാറ്റി ബ്രാപ്പ് എന്നാക്കി എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിൻ്റെ വാസ്തവം. 2015 ബ്രാപ്പ്. ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന അസച്ച് റാങ്കിങ് പട്ടികയില്ല. പക്ഷേ ബ്രാപ്പിൻ്റെ കാറ്റഗറിയിൽ കേരളം 1ാമതാണ്. അത് യഥാർത്ഥത്തിൽ എന്താണ്? ബിസിനസ് യൂട്ടിലിറ്റി സർവീസസിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. അതാണ് യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും. അതാണ് സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്നിപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത് 99% നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഈ വർഷത്തെ കണക്ക് വരുമ്പോഴതാണ്. കഴിഞ്ഞ തവണ 95% ആണെങ്കിൽ 99 ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വികസന പാതയിലോ കേരളം എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യെസ് എന്നത്. ഒരു കാര്യം, നമ്മൾ ഇന്നത്തെ ഈ 1ാം ദിവസം അവസാനിക്കുമ്പോഴേ നമ്മളിങ്ങനെ പറഞ്ഞു പോയെങ്കിലും ഇന്ന് ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരാകട്ടെ. അതൊരു വലിയ കാര്യമാണ്. അത് 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നിതിൻ ഗഡ്കരിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് 10,000 കോടിയാണ് ആ പാലക്കാട് കോഴിക്കോട് അതാ 3 ബൈപ്പാസ് എന്ന് പറയുന്നത്. അത് 3 മാസത്തിനകം പൂർത്തിയാക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. അല്ലല്ല, 3 മാസത്തിനകം പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ തുടങ്ങുന്നത്. അത് പ്രവർത്തനം നടക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ.
അത് അത്ര എളുപ്പം പൂർത്തിയാക്കാൻ കഴിയില്ല. കോഴിക്കോട് 3 മാസം പാലക്കാട് കൊണ്ട് 4 വരി പൂർത്തിയാക്കുന്ന- പാതയുടെ നിർമ്മാണം 3 മാസത്തിനകം പൂർത്തിയാക്കും. വൗ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലൂടെ കടന്നു വന്ന 120 കിലോമീറ്ററാണ് അതിന്റെ ദൂരം എന്ന് അത് കുറെ പണി പൂർത്തിയായിരുന്നു. അതെ അതെ. അപ്പോൾ ആ ബൈപ്പാസിന്റെ അതിന് 10,000 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തിരുവനന്തപുരം ഔട്ടർ റോഡിന് 5,000 കോടി, അങ്കമാലി ബൈപ്പാസിന് 6,500 കോടി. ഞാൻ പറയുന്നത് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്. അതെ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരാണ് കേരളത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ദാറ്റ്സ് ഓൾസോ വണ്ടർഫുൾ തിങ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതും വളരെ പോസിറ്റീവ് ആണെന്നുള്ളത് നമ്മൾ പറയേണ്ടത്. യെസ് യെസ്. അപ്പോൾ അടിസ്ഥാന പശ്ചാത്തല വികസനം എന്നുള്ളത് യാഥാർത്ഥ്യമാവുന്നു. അതെ. റോഡുകളുടെ കാര്യത്തിൽ, റോഡുകളുടെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ, അതെ, ഇന്റർനെറ്റിന്റെ അതെ, കാര്യത്തിൽ. അതെ. അപ്പോൾ യെസ് എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.